പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറ്റിമറിച്ചുകൊണ്ട് മുൻ IAS ഉദ്യോഗസ്ഥൻ കണ്ണൻ ഗോപിനാഥൻ രംഗത്ത്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ പാലക്കാട് നിന്ന് ജനവിധി തേടുമെന്ന സൂചനകൾ അദ്ദേഹം തന്നെ നൽകിയതോടെ കേരള രാഷ്ട്രീയം വീണ്ടും ചൂടുപിടിക്കുകയാണ്. പാർട്ടി ആവശ്യപ്പെട്ടാൽ പാലക്കാട് സ്ഥാനാർത്ഥിയാകാൻ താൻ തയ്യാറാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. നിലവിൽ കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ അറിയിപ്പുകളൊന്നും നൽകിയിട്ടില്ലെങ്കിലും പാർട്ടി എന്ത് ഉത്തരവാദിത്വം നൽകിയാലും അത് ഏറ്റെടുക്കാൻ സജ്ജനാണെന്ന് അദ്ദേഹം പറഞ്ഞു. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയായി തന്റെ വേരുകളെക്കുറിച്ച് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കുട്ടിക്കാലം മുതൽക്കേ തനിക്ക് പാലക്കാടുമായി അടുത്ത ബന്ധമുണ്ടെന്നും ആ മണ്ണിലെ രാഷ്ട്രീയവും സാമൂഹികവുമായ സാഹചര്യങ്ങൾ തനിക്ക് സുപരിചിതമാണെന്നും കണ്ണൻ ഗോപിനാഥൻ പറഞ്ഞു. ദേശീയ രാഷ്ട്രീയത്തിൽ മാത്രമല്ല സംസ്ഥാന രാഷ്ട്രീയത്തിലും ക്രിയാത്മകമായി പലതും ചെയ്യാൻ തനിക്ക് സാധിക്കുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാലക്കാട്ടെ രാഷ്ട്രീയ സാഹചര്യം നിലവിലേറെ സങ്കീർണമാണ്. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട മുൻ യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലാണ് നിലവിൽ ഇവിടുത്തെ MLA. രാഹുൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് കണ്ണൻ ഗോപിനാഥിന്റെ പേര് ഉയർന്നു കേൾക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി കണ്ണൻ ഗോപിനാഥനെ അവതരിപ്പിച്ചാൽ അത് ശക്തമായ ഒരു പോരാട്ടത്തിന് വഴി തുറക്കും. യുവ വോട്ടർമാരെയും ബുദ്ധിജീവി വിഭാഗത്തെയും ഒരുപോലെ സ്വാധീനിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗം കരുതുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പല നയങ്ങളോടും വിയോജിച്ചുകൊണ്ടാണ് കണ്ണൻ ഗോപിനാഥൻ IAS പദവി രാജിവെച്ചത്. ജമ്മു കാശ്മീർ വിഷയത്തിലടക്കം അദ്ദേഹം എടുത്ത നിലപാടുകൾ വലിയ വാർത്തയായിരുന്നു. രാജിവെച്ചതിന് ശേഷം അദ്ദേഹം ഇന്ത്യ ഒട്ടാകെ സഞ്ചരിക്കുകയും ജനകീയ പോരാട്ടങ്ങളിൽ പങ്കാളിയാവുകയും ചെയ്തു. പിന്നീട് കഴിഞ്ഞ വർഷം ഡൽഹിയിലെ AICC ആസ്ഥാനത്ത് വെച്ച് അദ്ദേഹം കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചു. ഭയമില്ലാതെ തെറ്റുകൾക്കെതിരെ സംസാരിക്കാൻ കോൺഗ്രസ് ആണ് ശരിയായ വേദിയെന്ന് അദ്ദേഹം അന്ന് പ്രഖ്യാപിച്ചിരുന്നു. IAS രാജിവെച്ചത് വെറുമൊരു MLA ആകാനല്ലെന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു. ജനാധിപത്യം സംരക്ഷിക്കാനുള്ള വലിയ പോരാട്ടത്തിന്റെ ഭാഗമാണ് തന്റെ രാഷ്ട്രീയ പ്രവേശനം. ഭീഷണികളെ ഭയപ്പെടില്ലെന്നും ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുമെന്നും അദ്ദേഹം ആവർത്തിച്ചു. പാലക്കാട് മണ്ഡലത്തിൽ കണ്ണൻ ഗോപിനാഥൻ മത്സരിക്കുകയാണെങ്കിൽ അത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരങ്ങളിൽ ഒന്നായി മാറും. കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കുമെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്.